വൈഭവ് സൂര്യവംശിയുടെ നാടായ ബീഹാറിലെ സമസ്തിപൂരിൽ നിന്ന് സാക്കിബ് ഹുസൈൻ്റെ ഗോപാൽഗഞ്ചിലേക്ക് 4 മണിക്കൂർ മാത്രമാണ് ദൂരം. വൈഭവ് അടക്കം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് താരങ്ങൾ സ്തബ്ധരായപ്പോൾ വൈഭവിൻ്റെ നാട്ടുകാരനും അതിൽ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമുണ്ടായിരുന്നു. ആ കഥ പിന്നെ പറയാം. ജസ്പ്രീത് ബുംറയും ട്രെന്റ് ബൗൾട്ടും ഏസൽവുഡും അടക്കം എല്ലാവരും ഈ സീസണിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് ഒരു 15-കാരന് മുന്നിലായിരുന്നു. ആദ്യ 4 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തോൽവി അറിയാതെ മുന്നേറിയ ഏക ടീം രാജസ്ഥാൻ റോയൽസുമായിരുന്നു. അവർക്ക് മുന്നിലേക്കാണ് തപ്പിത്തടഞ്ഞ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വരുന്നത്. 4 കളിയിൽ 3 തോറ്റാണ് SRH രാജസ്ഥാനെ നേരിടുന്നത്. വൈഭവ് ഇന്ന് എത്ര തോക്കുമെന്നായിരുന്നു ചർച്ചകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിന് തുടക്കം പതിവ് പോലെ തകർച്ചയോടെയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി. ഈ കലണ്ടർ വർഷം അഭിഷേകിൻ്റെ 7ാമത്തെ ഡക്ക്. ഇക്കാര്യത്തിൽ 6 ഡക്ക് ഒരു വർഷം കൈവശമുണ്ടായിരുന്ന ചീത്തപ്പേര് രോഹിത് ശർമ്മയും സഞ്ജു സാംസണും മായ്ച്ചു കളഞ്ഞു. വെറും 18 ഇന്നിങ്സുകളിൽ നിന്നാണ് 7ലും അഭിഷേക് ഡക്കായി പുറത്താകുന്നത് എന്നുകൂടി ഓർക്കണം. 18 പന്തിൽ 18 റൺസുമായി ടെസ്റ്റ് കളിച്ച ട്രാവിസ് ഹെഡും മടങ്ങി. എന്നാൽ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ ഒരറ്റത്ത് റൺ റേറ്റ് കുറയാതെ കളിച്ചു. ഹെൻറിച്ച് ക്ലാസിനെത്തിയതോടെ ഹൈദരാബാദ് സ്കോർ ബോർഡിന് ജീവൻ വെച്ചു. 44 പന്തിൽ 91 റൺസ് അടിച്ചെടുത്ത ഇഷാന് അർഹിച്ച സെഞ്ചുറി 9 റൺസ് അകലെ നഷ്ടമായി. വീണ്ടും ഇഴഞ്ഞ ഹൈദരാബാദിനെ നിതീഷ് കുമാർ റെഡ്ഡി 200 കടത്തി. രാജസ്ഥാനെ സംബന്ധിച്ച് ഈ സീസണിലെ പ്രകടനം വെച്ച് 217 റൺസ് അത്ര വലിയ സ്കോറല്ല. പകുതിയെങ്കിലും അടിച്ചെടുത്തിട്ടേ വൈഭവും യശസ്വിയും ക്രീസ് വിടുകയുള്ളൂ എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. എന്നാൽ പ്രഫുൽ ഹിൻഗെ എന്ന അധികമാരും അറിയാത്തൊരു വിദർഭക്കാരൻ വന്ന് സീനങ്ങ് തൂക്കി. അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഓവർ എറിയാനെത്തി 3 വിക്കറ്റ്. അതൊരു റെക്കോർഡാണ്. വൈഭവും ജുറേലും പ്രിട്ടോറിയസും അടങ്ങുമ്പോൾ രാജസ്ഥാൻ ഒരു ഓവറിൽ 1 റൺസിന് 3 വിക്കറ്റ്. അടുത്ത ഓവറിൽ സാക്കിബ് ഹുസൈൻ എന്ന 21-കാരൻ വന്ന് 4ാം പന്തിൽ ജയ്സ്വാളിനെയും അടക്കിയതോടെ രാജസ്ഥാൻ ഞെട്ടി. ഒരു ഘട്ടത്തിൽ 9 റൺസിന് 5 വിക്കറ്റ് എന്ന പരിതാപകരമായ നിലയിലായിരുന്നു രാജസ്ഥാൻ. പിന്നീട് ഒത്തുചേർന്ന ഡൊണോവൻ ഫെരേരയും രവീന്ദ്ര ജഡേജയും ചേർന്നാണ് നാണക്കേട് ഒഴിവാക്കിയത്. ഒടുവിൽ രാജസ്ഥാൻ 19 ഓവറിൽ 159 റൺസിന് എല്ലാവരും പുറത്തായി. ഹൈദരാബാദ് 57 റൺസിൻ്റെ ജയം ആഘോഷിച്ചു. കൗമാര താരങ്ങളുടെ കരുത്തിൽ ഇതുവരെ വമ്പൻ സ്രാവുകളെ വീഴ്ത്തി വന്ന രാജസ്ഥാനെ അതേ നാണയത്തിൽ ഹൈദരാബാദ് അടിച്ചു. 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്ത് 24-കാരൻ പ്രഫുൽ ഹിൻഗെയും 24 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് എടുത്ത് 21-കാരൻ സാക്കിബ് ഹുസൈനും രാജസ്ഥാനെ വട്ടം കറക്കി. ഇന്ത്യൻ മുൻതാരം ആർ അശ്വിൻ തൻ്റെ ആഷ്കി ബാത്തിൽ പ്രഫുൽ ഹിൻഗെയെ ഭുവനേശ്വർ കുമാറുമായാണ് ഉപമിച്ചത്. 2012-ൽ പാകിസ്ഥാനെതിരെ ഭുവനേശ്വർ കുമാറിൻ്റെ അരങ്ങേറ്റ മത്സരം തനിക്ക് ഓർമ്മ വന്നുവെന്ന് അശ്വിൻ പറയുന്നു. ഹാർഡ് ലെങ്ത്തിൽ ലെഗ് സ്റ്റമ്പിന് പുറത്ത് ആംഗിൾ ചെയ്ത് സ്വിംഗ് ചെയ്ത പന്തിലൂടെയാണ് പ്രഫുൽ തുടങ്ങിയത്. വൈഭവിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയത് ലെഗ് സ്റ്റമ്പിൽ തൊട്ടുപുറത്ത് കൃത്യമായ ലെങ്ത്തിൽ സിങ്ങോടെ എറിഞ്ഞ പന്താണ്. അത് അടിക്കാനുള്ള പന്തായിരുന്നില്ല. പക്ഷേ വൈഭവ ചതിക്കുഴിയിൽ വീണു. ജുറേലിൻ്റെ വിക്കറ്റ് വീണ പന്ത് ക്ലാസ് ആയിരുന്നു. വൈഡ് ഓഫ് സ്റ്റമ്പിന് പുറത്ത് നിന്ന് അകത്തേക്ക് സ്വിംഗ് ചെയ്ത് ഓഫ് സ്റ്റമ്പിൻ്റെ മുകൾ ഭാഗം ഇളക്കിയ പന്ത് ഏത് ബാറ്റിങ്ങിനെയും തകർക്കുന്ന ഒന്നാണെന്ന് അശ്വിൻ നിരീക്ഷിക്കുന്നു. IPL സ്കൗട്ടിംഗ് ടീമും ഉടമകളും ഉറപ്പായും ഹിൻഗെയെ നോട്ടമിടുമെന്നും അടുത്ത മെഗാലയത്തിൽ ഈ ഇൻസ്വിംഗിംഗ് ബോളർക്ക് വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്നും അശ്വിൻ പറയുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ വിദർഭയ്ക്കായാണ് നാഗ്പൂരിൽ നിന്നുള്ള പ്രഫുൽ ഹിൻഗെ കളിക്കുന്നത്. 2024-25 സീസണിൽ അരങ്ങേറിയ ഹിൻഗെ IPL മുൻപ് കളിച്ചത് ഒരേ ഒരു T20 മത്സരം മാത്രം. 10 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 26.65 ശരാശരിയിൽ 27 വിക്കറ്റും ലിസ്റ്റയിൽ 6 മത്സരങ്ങളിലായി 5 വിക്കറ്റുമാണ് നേടിയത്. ഹിൻഗെ ക്രിക്കറ്റ് കളിക്കുന്നതിന് അച്ഛനാദ്യം എതിരായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ സഹോദരിയാണ് ഹിൻഗെയ്ക്ക് കൂട്ടായത്. സഹോദരിയാണ് ക്യാമ്പുകളിലേക്ക് ഹിൻഗെയെ കൊണ്ടുപോയിരുന്നതും. MRF പേസ് ഫൗണ്ടേഷനിലെ പരിശീലനം ഹിൻഗെയുടെ കഴിവുകൾ മിനുക്കിയെടുത്തു. 2024-ൽ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ വെച്ച് നടന്ന 15 ദിവസത്തെ ക്യാമ്പിലും ഹിൻഗെ പങ്കെടുത്തിരുന്നു. SRHൻ്റെ ട്രയൽസിലേക്ക് ഹിൻഗെയെ എത്തിച്ചത് ഇന്ത്യൻ മുൻ പേസർ കൂടിയായ വരുൺ ആരോൺ. 2024-ലെ മെഗാലേലത്തിൽ അൺസോൾഡ് ആയിരുന്ന താരത്തെ അങ്ങനെ മിനി ലേലത്തിൽ അടിസ്ഥാന വിലയ്ക്ക് സൺറൈസേഴ്സ് വിളിച്ചെടുത്തു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹിൻഗെ ടീമിനെ ജയിപ്പിക്കുകയും ചെയ്തു. പട്ടിണിയെ കൂടി തോൽപ്പിച്ചാണ് സാക്കിബ് ഹുസൈൻ ജീവിതത്തിൽ ജയിച്ചത്. ഗോപാൽഗഞ്ചിലെ ഒരു പാവം കർഷക കുടുംബത്തിൽ ജനിച്ച സാക്കിബ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ച് നേടിയിരുന്ന 500 രൂപ കൊണ്ട് കുടുംബം നോക്കിയിട്ടുണ്ട്. കുടുംബത്തെ രക്ഷിക്കാനായി ആർമിയിൽ ചേരാനായി കഠിനാധ്വാനം ചെയ്തു. ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൂടെ വന്ന് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ബോധ്യത്തോടെ അവൻ പ്രൊഫഷണൽ താരമാകാൻ നോക്കി. ഗോപാൽഗഞ്ച് എന്ന നാട് അവനൊപ്പം നിന്നു. ഷൂ വാങ്ങാൻ പോലും പണമില്ലാതിരുന്ന അവനെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് സഹായിച്ചു. അങ്ങനെ IPL-ലെത്തി.
അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 4 വിക്കറ്റുമായി സാക്കിബ് ഹുസൈൻ ക്രിക്കറ്റ് ലോകത്ത് വരവറിയിക്കുകയും ചെയ്തു. സാക്കിബിനെയും പ്രഫുലിനെയും പോലെ ഒരുപാട് താരങ്ങൾ വരുന്നതും പോകുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ഥിരതയും അച്ചടക്കവുമാണ് നിലനിൽക്കാൻ വേണ്ടത്. അതിനവർക്ക് കഴിയട്ടെ.